Hello guys, welcome back again. ഞാൻ ജിയാദാണ്. അപ്പോൾ ജിയ വ്ലോഗ്സ് നീലഗിരിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രക്ക് വഴിയാണ് പോകുന്നത്. മുംബൈയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ട്രക്ക് വഴി താനെ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഡൽഹി പിടിക്കാനാണ് ഉദ്ദേശം. അപ്പോൾ എത്രത്തോളം നടക്കും എന്നുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ യാത്രയുടെ ഇതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതാ നമ്മളെ കൊണ്ടുപോകുന്ന ട്രക്കിലെ ഡ്രൈവറാണത്. പുള്ളി നമുക്ക് ഹെൽപ്ഫുള്ളാണ്, ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ആഷിഫ് ഇവിടെ ഉണ്ട്, ആഷിഫ് എഡിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ഇനി വീഡിയോയിലൂടെ കാണാം. ഓക്കെ, കീപ് വാച്ചിങ്. नाम क्या है भाई? हमारा बाला साहेब ठाकरे. ऐसा कर दो. तो किधर से जाएगा? आपको किधर जाना है? मैं गुजरात दिल्ली. उधर जाएगा? हाईवे पे छोड़ू क्या? दिल्ली जाएगा गुजरात? दिल्ली एवढे का അപ്പോൾ നമ്മൾ മുംബൈയിൽ നിന്ന് ഒരു ട്രക്ക് കിട്ടി, അതിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ലോറി ഡ്രൈവർ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പുള്ളി ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് ബോറടി ഒന്നുമില്ല, കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് പുള്ളി നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും നമ്മൾ മൂപ്പരുടെ കഥയൊക്കെ കേട്ടങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഹിച്ച്ഹൈക്കിങ് ചെയ്ത് കയറിയ വാഹനം ഇപ്പോൾ മുംബൈ പട്ടണത്തിലൂടെ നവി മുംബൈ ഒക്കെ കടന്നിങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഉയർന്ന കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയും. അതൊക്കെയാണ് ഞാനിപ്പോൾ വണ്ടിയിലിരുന്നുകൊണ്ട് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ആഷിഫാണ്. ആഷിഫ് ഇവിടെ ഇരുന്ന് എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ പോയി നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 100 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് കവർ ചെയ്തിട്ട് നമ്മളിപ്പോൾ ആ വണ്ടി വിട്ട് ഇറങ്ങേണ്ട സമയം അടുത്ത് കഴിഞ്ഞു. നമുക്കപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന വിഷ്വൽസ് ഞാൻ ഒത്തിരി ഒന്നും പകർത്തി ഇതിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം അത് ബോറടിപ്പിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പോകുന്നത് ഹൈവേയിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാനായി, നമ്മളിനി ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന വിഷ്വൽസ് നമുക്ക് കാണാം. Thank you, भाई साहब. Thank you. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹിച്ച്ഹൈക്കിങ് ചെയ്ത് ഫസ്റ്റ് ലിഫ്റ്റ് എടുത്ത് വന്ന വണ്ടി നല്ല സ്വഭാവമായിരുന്നു. ഇപ്പൊ നമ്മളെ ഒരു എന്താ പറയാ, അഹമ്മദാബാദിലേക്കും ഡൽഹിക്കൊക്കെ കണക്ഷൻ ആവുന്ന ഒരു റോട്ടിലാണ് പുള്ളി കൊണ്ടുവന്ന ഹൈവേയിലാണ് നിർത്തിയത്. ഇപ്പൊ താനെ നാഷണൽ ഹൈവേയിലാണ് ഉള്ളത്. ഇപ്പൊ ഞാനിത് എന്തായിരുന്നു അനുഭവം ആശുവേ? എന്താ അടിപൊളി, നല്ല മനുഷ്യൻ, സെറ്റ് നല്ല സ്വഭാവം, സംസാരിക്കാൻ ഭയങ്കര ഒരു. അതെ ഭയങ്കര ടാക്കറ്റീവ് ആണ് ആള് ഭയങ്കര സംസാരിക്കുന്ന ആളാണ്. പിന്നെ നമ്മൾ നമ്പറൊക്കെ വാങ്ങി ഒരു വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു. ഭയങ്കര ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോ വണ്ടി നിർത്തി തരികയാണ്. അതെ, ഞങ്ങൾക്ക് വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം, അത് ഷൂട്ട് ചെയ്യുന്നൊക്കെ. അപ്പൊ എന്തായാലും സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ബാക്കിയുള്ള യാത്രകൾ, ഇനി അടുത്ത സ്റ്റെപ്പ്, അടുത്ത് നമ്മൾ എങ്ങനെ യാത്ര ചെയ്യും എന്നുള്ളതൊക്കെ, നമ്മൾ എവിടെ എത്തും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുതൽ സെറ്റായിരിക്കും. ഞങ്ങളിപ്പോഴാണൊന്ന് സെറ്റായത്. ഇനി മുതലുള്ള കാഴ്ചകൾ നിങ്ങളെ അതിശയിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ട്രക്കൊക്കെ നിർത്തുന്ന ഒരു ഏരിയയിലാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടാണ് റൂട്ടൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്നും
റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ലിഫ്റ്റ് അടിക്കും. അടുത്തത് നമ്മൾ എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ഓക്കെ, അവിടെ പോവുക. അപ്പോൾ ഞങ്ങൾ ഹൈവേയിൽ ഇറങ്ങി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ നിങ്ങൾ? ഒരു പൊല്യൂഷൻ മൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഫുള്ള് ഒരു മിസ്റ്റ് ക്ലൗഡി ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും നമ്മുടെ കൂടെ ഒരു പ്രത്യേക വൈബും പ്രത്യേക അനുഭവങ്ങളുമാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാനുള്ള സ്ഥലം നോക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് നടക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത വണ്ടിക്ക് കൈ കാണിക്കാൻ. ഓക്കെ, നമ്മൾ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നൊരു ആക്സിഡൻ്റ് ആണ്. വരുന്ന വഴിക്ക് ഒരുപാട് ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയൊരു ദൃശ്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ വേറെ ഏതോ ഒരു ഹൈവേയാണ് നമ്മൾ ഇച്ചാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി നിർത്തിയില്ല, 10-20 വണ്ടി കൈയാട്ടി ഏതെങ്കിലും വണ്ടി നിർത്തോ നോക്കാം. രണ്ടാമത്തെ വണ്ടി ചെക്കിങ്ങിന് രണ്ടാമത്തെ വണ്ടി. नाम क्या है? My name is Fayaz. Fayaz. Yeah. Muslim? Yes. Assalamualaikum. അപ്പോൾ ഫയാസ് എന്നാണ് പേര്. അപ്പോൾ രണ്ടാമത്തെ വണ്ടി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഈ വണ്ടി ഉണ്ടാവും. പിന്നെ നമ്മൾ ആഷിഫ് ബാക്കിലാണ്, ബാക്കിൽ കയറിയിട്ട് ആഷിഫ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വണ്ടി നമ്മൾ ഇനി അവിടെ പോയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഫസ്റ്റ് വണ്ടിയിൽ വന്ന് ടാനയിലാണ് ഇറങ്ങിയത്. അവിടുന്ന് നാസിക്കാണ് നമ്മൾ ചൂസ് ചെയ്തത്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല, കിട്ടിയ വണ്ടി അത്ര ദൂരം പോകുന്നില്ല. എന്നാലും പകുതി എവിടെയോ വെച്ച് പുള്ളി നിർത്തും, അവിടെ ഇറങ്ങാനാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുകയാണ്. ഓക്കെ, ഫയസ് ഭായ്, അസ്സലാമു അലൈക്കും. താങ്ക് യു, നൈസ് ടു മീറ്റ് യു. ഓക്കെ, നമ്മളെ നാസിക്കിലേക്ക് പോകാനുള്ള ഹൈവേയിൽ സുരക്ഷിതമായി ഇറക്കി ഫയാസ് യാത്രയായി. എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണാം എന്നുള്ള ഒരു വാഗ്ദാനമായിട്ടാണ് അദ്ദേഹം പോയത്. ഇപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ആഷിഫാണ് ലിഫ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് ചോദിച്ച് നമുക്ക് വണ്ടി കിട്ടി. വണ്ടിയിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി. യൂട്യൂബ് ചാനൽ. Okay, thank you. What's the channel? YouTube channel. Chalo. YouTube. Hi guys. Hi guys. Thank you, bhai sir. Thank you. മൂന്നാമത്തെ വണ്ടി കിട്ടി. आपका नाम क्या है? मोहन. मोहन का आपका लोग जा रहे हैं. तुम्हारा नाम? हमारा विक्की. विक्की. അപ്പോൾ മോഹൻ വിക്കി എന്ന് പറഞ്ഞ രണ്ടാളെ കിട്ടി. ഓ, അങ്ങനെ നമുക്ക് മൂന്നാമത്തെ വണ്ടിയും കിട്ടി. കുറച്ച് റിസ്ക് ആണ്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. അപ്പോൾ ഇതിൽ മോഹൻ വിക്കി എന്ന് പറഞ്ഞ രണ്ട് ആളുകളാണ്. കുഴപ്പമില്ല, ഡീസൻ്റാണ്. അവർ നമ്മളായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. പോകുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. സബ്സ്ക്രൈബ് കരോ, ലൈക്ക് കരോ, ഷെയർ കരോ, ഫോളോ ബാക്ക് ചെയ്തോ. നമ്മളെ വിക്കി അളിയൻ അടിപൊളിയാണ്. ഇവിടെ മോഹൻ സാബ് ഉണ്ട്, മോഹൻ സാബ്. അപ്പോൾ ഡ്രൈവിംഗ് ആണ്, മൂപ്പര് ഡ്രൈവിംഗ് പൊളിയാണ്. അപ്പോൾ ഈ റൂട്ടിലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മെയിൻ പ്രശ്നം ടോളുകളാണ്. ഒരുപാട് ടോൾ ചെക്ക് പോസ്റ്റുകളൊക്കെ താണ്ടിയിട്ട് വേണം പോകാൻ ഈ വഴിയിലൂടെ പോകുമ്പോൾ. ഇപ്പോൾ നമ്മളൊരു ടോൾ ചെക്ക് പോസ്റ്റിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അവർ നമ്മളോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറേ മനസ്സിലാവും, കുറേ മനസ്സിലാവില്ല. ഒക്കെ ഇതിനും നമുക്കറിയാവുന്ന ഈ മാത്രം ഞങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നിലോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ നാസിക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ.
അപ്പോൾ നാസിക്ക് ലക്ഷ്യമാക്കി പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വെറും ഹൈവേ മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ, ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം നമ്മൾ ആരാൻ്റെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം അതിന് പരിമിതി ഉണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ചടുലമായ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ നമുക്ക് ലിഫ്റ്റ് കിട്ടുമോ, നമ്മൾ എവിടെ എത്തുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്കിടെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ നല്ല ഒരു ഇരുണ്ട് മൂടിയ കാലാവസ്ഥയാണ്. ഇവിടെ പൊല്യൂഷൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അത് വലിയ സിറ്റി ആയതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും പുള്ളി വിക്കി എന്ന് പറയുന്ന ആൾ നമുക്ക് അവരുടെ ഇൻസ്റ്റാ റീൽസിലും ഒക്കെ ഭയങ്കര ഫേമസായി നിൽക്കുന്ന ആളുകളോടൊക്കെ കണക്ട് ചെയ്ത് നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, ലൈവൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ മുമ്പോട്ട് നമുക്ക് പോവാം. ഇനിയിപ്പോൾ നമുക്ക് എവിടെ എത്തിയിട്ടാണ് ഇറങ്ങേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അവരെന്തായാലും നമ്മളെ സേഫായിട്ടുള്ള ഒരു ഹൈവേയിൽ ഇറക്കി തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പുള്ളിയുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ നമ്മളെ അവരുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുകയാണ്, ഫോളോവേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയോണ്ടിരിക്കാം കേട്ടോ. പുള്ളിന് ഡ്രൈവിങ് ഡ്രൈവിംഗ് ആണ്, ഭയങ്കര പോക്കാണ് പോകുന്ന ആള്. പൈലറ്റ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇതാ ബിക്കി ബ്രോ. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ചെറിയ ധാബ. അപ്പൊ നമ്മളൊരു ചെറിയ ധാബയിലാണുള്ളത്. ഇതാ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല ചൂടുള്ള അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടി കയറി ഇങ്ങനെ പോകുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു മഴ, ഭയങ്കരമായിട്ടുള്ളൊരു മഴ അങ്ങോട്ട് പെയ്തു. ആ മഴ പെയ്തപ്പോൾ ഫ്രണ്ടിൽ മിസ്റ്റൊക്കെ മൂടി, ആകെ ഗ്ലാസ്സൊക്കെ മൂടി. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തുടച്ചു കൊടുത്ത് അവരങ്ങനെ ഒരു ഷോപ്പിങ്ങിനെ നിർത്തി ഇങ്ങനെ യാത്രയാക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കണം. നമ്മൾ ഈ ക്യാമറ ഒക്കെ എടുത്ത് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നു. ഇനിയിപ്പോൾ നമ്മളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് ഗൈസ്. എന്താ വെച്ചാൽ നമ്മളെ ഇറങ്ങിയിട്ട് നമ്മൾ എവിടെ ടെൻ്റ് അടിക്കും എന്നുള്ള കാര്യത്തിൽ മനസ്സിലൊരു പേടിയുണ്ട്. എന്നാലും ഈ മഴയത്ത് എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ എത്തുന്ന സ്ഥലത്ത് ഏതായാലും മഴ ഇല്ലാതിരിക്കട്ടെ എന്നൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ യാത്ര തുടരുന്നത്. ഏതായാലും നമ്മൾ പോയി ഇനി ഇറങ്ങാനുള്ള സമയം, ഏകദേശം ഇറങ്ങാനുള്ള സ്ഥലത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ മഴ നനഞ്ഞാകെ ഡ്രസ്സൊക്കെ നാശമാവും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. കാണാം. മൂന്നാമത്തെ വണ്ടി വിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ വിക്കി എന്ന് പറഞ്ഞ ആൾ നമ്മുടെ കൂടെ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഹൈവേ കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അടുത്ത് പോകാനുള്ള. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ ഭാഗ്യം കൊണ്ട് മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായി. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി കിട്ടുന്ന അടുത്ത ഹൈവേയിലേക്ക്, ഇപ്പോൾ സൂറത്ത് ഡൽഹി ആ ഭാഗത്തേക്കുള്ള ഹൈവേയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി നമ്മളുടെ മുന്നിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വിക്കി എന്ന് പറഞ്ഞ ബ്രോ. അപ്പോൾ നമ്മളിങ്ങനെ പോയി, ഇപ്പോൾ ഈ കാണുന്നത് നാസിക് പട്ടണമാണ്. അവിടുത്തെ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതാണ് നാസിക് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് വണ്ടികൾ കയറി, ഒരുപാട് ഹൈജാക്കിങ് ചെയ്ത് നമ്മളിപ്പോൾ നാസിക്കിലെത്തി.
നാസിക്കിലെത്തി നിൽക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ വിശന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന സാധനമാണ് പാർലേജി. ഇതാണ് നമ്മളെ ഇന്നത്തെ രാത്രി ഫുഡ്. ഇനി അവിടെ ഈ സ്റ്റേ സെറ്റപ്പ് ആയാൽ മാത്രമേ ഫുഡ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കൊക്കെ എൻ്റെ ആദ്യത്തെ ഹിച്ച് ഹൈക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നാളെ പുതിയ നഗരത്തിലേക്കുള്ള യാത്രയും പുതിയ ഹിച്ച് ഹൈക്കുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇനി പുതിയ വീഡിയോയുമായി കാണും വരെ താൽക്കാലികമായി വിട ചോദിക്കുന്നു. ബൈ ബൈ.